ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ കൂപ്പുകൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എൻ്റെ എളിയ അറിവിൽ നിന്നും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. കേവലം 2-3 അക്ഷരങ്ങളും കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന സ്നേഹം എന്ന വാക്കിന് വലിയ വിശാലമായ അർത്ഥമാണുള്ളത്. സ്നേഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തും നേടാൻ സാധിക്കും. സ്നേഹം അചഞ്ചലമാണ്. 1 കൊരിന്ത്യർ 13 സ്നേഹത്തെക്കുറിച്ച് ഈ പ്രകാരം പറയുന്നു: നിലനിൽക്കുന്ന മൗലിക സുഹൃത്തുക്കളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവയിൽ ഏറ്റവും വലുത് സ്നേഹം തന്നെ. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചിരിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഒതുർന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രകാരം പറയുന്നു: ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുറുകുന്ന ചെലുമ്പുന്ന കൈത്താളുമോ അത്രേ, ഞാൻ ഏതുമില്ല. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതും ഈ പ്രകാരം തന്നെ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. നല്ലവനും സ്നേഹമുള്ളവനുമായ ഒരു ആട്ടിടയനാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത്. നല്ലവനും സ്നേഹമുള്ളവനുമായ യേശു ക്രിസ്തു പറയുന്നു: തനിക്ക് 100 ആടുകളുണ്ടായിരുന്നു. അതിൽ 1 കാണാതെ പോയപ്പോൾ ബാക്കി 99 വിട്ടേച്ച് ആ നഷ്ടപ്പെട്ടു പോയ 1 തേടി പോകുന്ന സ്നേഹമുള്ള ആ നല്ല ആട്ടിടയൻ നഷ്ടപ്പെട്ടു പോയ ആട്ടിനെ കണ്ടു കിട്ടിയപ്പോൾ സ്നേഹത്തോടെ മാറോട് ചേർത്ത് കൊണ്ടുവരും. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് ഏതാനും ഈരടികളാണ്. സ്നേഹത്തെക്കുറിച്ച് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു: എന്താണ് സ്നേഹം എന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ ഒരു ചൊല്ലും. ഇങ്ങോട്ട് വാങ്ങുന്നതല്ല സ്നേഹം, അങ്ങോട്ട് നൽകുന്നതാണ് സ്നേഹം. ഇങ്ങോട്ട് വാങ്ങുന്നതല്ല സ്നേഹം, അങ്ങോട്ട് നൽകുന്നതാണ് സ്നേഹം. അതെ, ഇങ്ങോട്ട് വാങ്ങുന്നതല്ല സ്നേഹം, അങ്ങോട്ട് നൽകുന്നതാണ് സ്നേഹം. സ്നേഹം നമ്മൾ പരസ്പരം സ്നേഹമുള്ളവരായി ഇരിക്കണം. സ്നേഹമുള്ളയിടത്ത് മാത്രമേ ദൈവ ചൈതന്യം ഉണ്ടാകുകയുള്ളൂ. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിരത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.